കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരിൽ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഒരുവൻ യേശുനാഥനോട് പറയുന്നു, നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണുവാനായിട്ട് പുറത്തു നിൽക്കുന്നു. അതിന് മറുപടിയായി യേശുനാഥൻ പറയുന്നത്, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? എൻ്റെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഒരുപക്ഷെ നാം എല്ലാവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരരും സഹോദരങ്ങളുമാകാൻ ആഗ്രഹിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരാണ് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്രകാരമാണ് നാം അതിനായി യേശു ക്രിസ്തു നമ്മോട് പറയുന്ന ഒരേ ഒരു കാര്യം, തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടം നിറവേറ്റുക എന്ന് മാത്രമാണ്. എപ്രകാരമാണ് നാം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ കാണുകയും വിശ്വസിക്കുകയും അവനിലൂടെ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം എന്നത് പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഹെബ്രയർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ദൈവഹിതം നിറവേറ്റുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിനോട് ജനങ്ങൾ ചോദിക്കുമ്പോൾ യേശുനാഥൻ പറയുന്നത്, പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുക. ദൈവത്തിലുള്ള വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനമെന്ന സത്യം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശുനാഥൻ നമ്മോട് പറയുന്നത്, പിതാവേ പിതാവേ, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നുള്ള ബോധ്യം നാം വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നാൽ എങ്ങനെയാണ് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് ചോദിച്ചാൽ, റോമാക്കാർക്ക് എഴുതിയ 50-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രിസ്തുവിനെ കേൾക്കുകയും അവൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കുന്നതിലൂടെയുമാണ് നമുക്ക് ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ സാധിക്കുക എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ വചനം വായിക്കുന്നതിലൂടെയും വചനം ധ്യാനിക്കുന്നതിലൂടെയും വചനം സ്നേഹിക്കുന്നതിലൂടെയും മാത്രമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് യേശുനാഥൻ ചോദിക്കുന്നത്, ഇതെനിക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കാരണം വിശ്വാസമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത് അതുകൊണ്ടാണ്, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായി ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുമ്പോൾ ആഴപ്പെടുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നാം എല്ലാവരും മാറുന്നത്. അപ്രകാരം വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പിശാച് ബാധിതനായ ബാലൻ്റെ അപ്പനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുമ്പോൾ യേശു പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുകയല്ല, തിരസ്കരിക്കുകയല്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഏറ്റവും ഉത്തമമായ വ്യക്തി പരിശുദ്ധമ്മയാണ് എന്ന സത്യം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ വാക്കുകൾ നിറവേറ്റുവാനായി സ്വജീവൻ പോലും വേണ്ടെന്ന് വെക്കുവാൻ തീരുമാനിച്ചവളാണ് പരിശുദ്ധയമ്മ. ആ പരിശുദ്ധമ്മയുടെ വിശ്വാസത്തെയാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധയമ്മയോട് പറയുന്നത്, കർത്താവ് പറഞ്ഞ വാക്കുകൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
അതിനാൽ പ്രിയ സഹോദരരെ, പരിശുദ്ധി അമ്മയെപ്പോലെ ആഴമായൊരു വിശ്വാസത്തിലേക്കുള്ള വളരുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിനോട് ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായി വചനം വായിക്കുവാനും വചനം ശ്രവിക്കുവാനും വചനത്തെ സ്നേഹിക്കുന്നവരുമായി നമുക്ക് മാറാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.